നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടാ, നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതേ മോളെ വിളിച്ചോണ്ട് തിരിച്ച് വീട്ടിലേക്ക് വേഗം വരാനാ. അത് നീ അങ്ങ് ചെയ്താ മതി. അല്ലാതെ മറ്റുള്ളവരുടെ വാക്കും കേട്ട് അവർക്ക് സ്തുതി പാടാൻ നിന്നാലുണ്ടല്ലോ. മനസ്സിലായല്ലോ? പപ്പിയില്ലാതെ നീ ഇങ്ങോട്ട് വരണ്ട. അത് പിന്നെ സത്യമേ. ഡാ, നീ ആ ഫോൺ ശാരദാമ്മയ്ക്ക് കൊടുത്തേ, ഞാനൊന്ന് സംസാരിക്കട്ടെ. സത്യമേ, ദാ എന്തോ സംസാരിക്കണമെന്ന്. സത്യമേ, അതെ, ഞാൻ അറിയാതെയാ വിഷ്ണു പപ്പിയെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയേക്കുന്നത്. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ഒരു സാഹസം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കില്ലായിരുന്നു. അതെന്ത് വർത്താനാ സത്യമേ നിങ്ങൾ പറയുന്നത്? പപ്പി എന്റെ മോളുടെ മോളല്ലേ. നിങ്ങൾക്കുള്ള അവകാശവും അധികാരവും ഒക്കെ എനിക്കും അവളുടെ കാര്യത്തിലില്ലേ? ഒരേ ഒരു ദിവസം ഇവളിവിടെ നിർത്തിക്കോട്ടെ എന്നല്ലേ ചോദിച്ചുള്ളൂ. അതിത്ര വലിയ കുറ്റമാണോ സത്യമേ? എന്നാ പിന്നെ കൊച്ചുമോളെ മാത്രം ആക്കണ്ട, അമ്മയും കൂടെ പറഞ്ഞു വിട്ടേക്കാം. അത് രണ്ടുപേരെയും കൊതി തീരുവോളം അവിടെ അങ്ങ് നിർത്തി കണ്ടോ? അത് പെൺമക്കളുടെ ഭാവിയല്ല, അവരെ കണ്ടോണ്ടിരിക്കാനാണ് അമ്മമാരുടെ ആഗ്രഹമെങ്കിൽ കെട്ടിക്കൊണ്ടുവന്ന വീട്ടിലെ ഞങ്ങളെപ്പോലുള്ള അമ്മമാര് വലഞ്ഞത് തന്നെ. സത്യമേ, ഇവിടെ ശാലിനി ഇതുവരെ വന്നിട്ടില്ല. എവിടെ പോയിന്ന് അറിയാനും വയ്യ. ഞാൻ അതിന്റെ ഒരു വിഷമത്തിൽ ഇരിക്കുക. അതിനൊപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വാക്കുകൾ പറയരുത്. ഇവിടെ കൊച്ചനീത്തിയും പറയുന്നത് കേട്ടു, കുഞ്ഞേച്ചിയെ കാണാനില്ലെന്ന്, കളക്ടറെ കാണാനില്ലെന്ന്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ? കള്ളത്തരവാ അവളുടെ നാടകം. എന്റെ അടുത്തേ അവളുടെ ഒരു നാടകവും ചെലവാവില്ല. പാതിരാത്രി ഇറങ്ങി നടക്ക്, പുറപ്പെട്ടു പോവോ, എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ. ദേ, എനിക്ക് എന്റെ കൊച്ചുമോളെ ഇവിടെ കിട്ടണം. രോഹിത്തിന്റെ ഒപ്പം അവളെ പറഞ്ഞു വിടണം. ആ ഫോൺ രോഹിത്തിനൊന്ന് കൊടുത്തേ. സത്യമേ, കൂടുതലൊന്നും പറയണ്ട, പറയുന്നതങ്ങ് കേട്ടാ മതി. തരാൻ പറഞ്ഞു. ഹലോ, സത്യമേ പറഞ്ഞോ. പറയാനൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നീ പപ്പിയും കൊണ്ട് ഇവിടെ വരണം, ഇല്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് വരും. വേണ്ട, ഞാൻ കൊണ്ടുവരാം. ശരി. പപ്പി വാ, നമുക്ക് വീട്ടിൽ പോവാം. അച്ഛനെ നാളെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അച്ഛ പ്ലീസ് അച്ഛാ. പറയുന്ന കേട്ടില്ലെങ്കിൽ ചുട്ട അടിയാൻ വെച്ചാലും പോയി കാർ കയറടി. മോനെ, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പപ്പി മോള് വരും. മോള് ചെല്ല്. സത്യം അവിടെ കിടന്ന് ബഹളം വെക്കുന്നോണ്ടാ അച്ഛൻ ദേഷ്യപ്പെടുന്നത്. മോള് ചെല്ല്, നമുക്ക് വേറൊരു ദിവസം ഇവിടെ ഒന്ന് നിക്കാം. എന്നാ പിന്നെ പോട്ടെ സത്യേ. ശരി പപ്പി, നാളെ സ്കൂളിൽ വെച്ച് കാണാൻ കേട്ടോ. ശരി. മതി മതി, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.